കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ബംഗളൂരു നഗരം കുടിവെള്ളക്ഷാമം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് നഗരത്തിലുള്ളത്. 30 വർഷത്തിനിടയിൽ ഏറ്റവും കടുത്ത വരൾച്ച കർണാടക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജലദൗർലഭ്യം മാത്രമല്ല, ജലസ്രോതസ്സുകൾ ഇല്ലാതാകുന്നത് അടക്കമുള്ള പ്രതിസന്ധികളും ബാംഗ്ലൂർ നേരിടുന്നുണ്ട്. ബംഗളൂരുവിലെ ഏതാണ്ട് 3000-ലധികം കുഴൽ കിണറുകൾ വറ്റിക്കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടതാണ്. ഇന്ത്യയുടെ IT ഹബ്ബാണ് ബംഗളൂരു എന്ന് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക കേന്ദ്രം കൂടിയാണ്. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, ഗൂഗിൾ എന്നിവയുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളുടെ ഗവേഷണ വികസന കേന്ദ്രങ്ങൾ ബംഗളൂരുവിൽ ഉള്ളതായി അറിയാം. 4 ദശലക്ഷത്തിലധികം ആളുകളാണ് ബംഗളൂരുവിലെ IT മേഖലകളിൽ പ്രതിവർഷം ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ പെർ ഇയർ 120 ബില്യൺ യൂറോയുടെ സോഫ്റ്റ്വെയർ കയറ്റുമതി ബംഗളൂരുവിൽ നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏഷ്യയുടെ സിലിക്കൺ വാലി എന്ന് തന്നെയാണ് നമ്മൾ ബംഗളൂരുവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഇത് ബംഗളൂരുവിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു മുന്നറിയിപ്പായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. ഇത് ശരിക്കും നമ്മുടെ പ്രോബ്ലം മാത്രമല്ലല്ലോ, ബംഗളൂരു നഗരത്തിന്റെ മാത്രം പ്രശ്നമാണല്ലോ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിച്ച് തള്ളിക്കളയാം. പക്ഷേ ശരിയായ രീതിയിലുള്ള പരിഹാര മാർഗം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ വലിയ വലിയ വെല്ലുവിളികളെ രാജ്യം നേരിടേണ്ടി വരും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബംഗളൂരു നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവൻ കാണുവാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ബംഗളൂരു നഗരത്തിലെ ജലക്ഷാമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ വിലപ്പെട്ട കമന്റുകൾ നൽകുക. അപ്പോൾ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. 2024 തുടക്കത്തോടെയാണ് ബംഗളൂരു നഗരം ജലക്ഷാമം നേരിടുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ആദ്യം നമ്മളിലേക്ക് എത്തുന്നത്. നഗരത്തിന്റെ 70% ആവശ്യങ്ങൾക്കുള്ള ജലവും വരുന്നത് കാവേരി നദിയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂഗർഭജലം പമ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് ബാക്കിയുള്ള ആവശ്യങ്ങൾ അവിടെ നിറവേറ്റുന്നത്. അർബനൈസേഷൻ അല്ലെങ്കിൽ ഈ കോൺക്രീറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സ് മുഖേന ബംഗളൂരു നഗരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1000% കഴിഞ്ഞ വർഷം അത്രയധികം വർദ്ധിപ്പിച്ചു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ജലസ്രോതസ്സുകളുടെ അളവ് 80% കുറഞ്ഞതായും പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂഗർഭജലമായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. മൺസൂൺ സീസൺ ആകുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിൽ അകപ്പെടുന്ന വാർത്തകൾ നാം ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ അർബനൈസേഷൻ എന്ന് പറയുന്ന അതേ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഇത്തരം മനുഷ്യനിർമ്മിതിയായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ബംഗളൂരു നഗരം നേരിടുന്ന ജലക്ഷാമവും സമാനമായ അവസ്ഥാവിശേഷത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. അതെ, പറഞ്ഞു വരുന്നത് ഈ ജലക്ഷാമം മനുഷ്യനിർമ്മിതിയിലൂടെ ഉണ്ടായ ഒരു ദുരന്തം തന്നെയാണ് എന്നൊരു വസ്തുതയിലേക്കാണ്. ബംഗളൂരു നഗരത്തെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയുണ്ടായിരുന്നു. വലിയ വലിയ വ്യവസായങ്ങളും കെട്ടിടങ്ങളും IT ഹബ്ബുകളും എല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയ അളവിൽ കെട്ടിടങ്ങളും മറ്റു നിർമ്മിതികളും സ്ഥലസൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെയധികം ലാൻഡ് ഏരിയ ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം ആവശ്യകത വന്നെങ്കിൽ കൂടിയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു എന്നതായിരുന്നു വസ്തുത. അപ്പോൾ എന്താണ് ഇതിന് പരിഹാര മാർഗമായി ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ആകപ്പാടെ അവിടെ ഉണ്ടായിരുന്ന ജലസ്രോതസ്സുകളൊക്കെ മണ്ണിട്ട് നികത്തി ആ സ്ഥാനത്ത് കൂടി വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയുക എന്നതായിരുന്നു ഒരു മാർഗമായി കണ്ടത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഇതേപോലുള്ള വലിയ ബിൽഡിങ്ങുകളും പോപ്പുലേഷനൊക്കെ കൂടി വരുന്ന സമയത്ത് അവിടെ ജലത്തിന്റെ ആവശ്യകതയും വളരെ വലിയ രീതിയിൽ ആവശ്യമാണ് എന്നുള്ളത് ഒരു വസ്തുതയുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു വാട്ടർ കൺസർവേഷൻ പ്ലാനിംഗ് ആണ് ആ നഗരത്തിൽ ഇല്ലാതെ പോയത് എന്നതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ ബാംഗ്ലൂരു നഗരത്തിന്റെ അവസ്ഥ ഇത്രയധികം വഷളാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇനി നമുക്ക് കണക്കാക്കാം. വലിയ വലിയ ബിൽഡിങ്ങുകളും ഫ്ളാറ്റുകളും ഒക്കെ നിർമ്മിക്കുമ്പോൾ അവിടേക്കുള്ള ജലത്തിന്റെ ആവശ്യകത നിറവേറ്റുന്നത് എപ്രകാരമാണെന്ന് തുടങ്ങിയുള്ള പ്ലാനിങ് നേരായ രീതിയിൽ നടക്കാതെ പോയത് ബംഗളൂരു വലിയ രീതിയിലുള്ള വിലയാണ് അതിന് നൽകേണ്ടി വന്നത്. മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നിയമമൊക്കെ കർണാടക അസംബ്ലിയിൽ പാസ്സാകുന്നത് നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പാസ്സാക്കിയതല്ലാതെ ഇതൊരു രീതിയിൽ നടപ്പാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരു ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. ഈ ബംഗളൂരു നഗരം 70% ജലത്തിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി കാവേരി നദിയാണ് ആശ്രയിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. കാവേരി നദി എന്ന് പറയുന്നത് പൂർണ്ണമായും മൺസൂൺ സീസണെ ആശ്രയിച്ചിരിക്കുന്ന ഒരു നദി കൂടി ആയതിനാൽ തന്നെ ആ സീസണിൽ മാക്സിമം ജലം അവിടെ ലഭ്യമാവുകയും എന്നാൽ വരൾച്ച നേരിടുന്ന സമയത്ത് അത് ബാംഗ്ലൂരു നഗരത്തെ അവിടുത്തെ ജനങ്ങളെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് അവിടെ അവശേഷിക്കുണ്ടായിരുന്ന ജലസ്രോതസ്സുകൾ കൂടി ഇതേപോലെ മണ്ണിട്ട് മൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാലോചിക്കണം. ഇത് ശരിക്കും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പ്രവൃത്തിയായി എന്ന് പറയേണ്ടി വരും. ഇതുമൂലം 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായത്.
ഒന്ന്, ഇതുപോലെയുള്ള വേനൽ സമയങ്ങളിൽ കടുത്ത ഡ്രൗട്ട്, ജലക്ഷാമം അവർ നേരിടേണ്ട ഒരവസ്ഥയുണ്ടായി. രണ്ട്, മൺസൂൺ സീസണൊക്കെ ആവുന്ന സമയത്ത് വളരെ വലിയ രീതിയിലുള്ള ഫ്ലഡ്, വെള്ളപ്പൊക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ടും വന്നു. നീതി ആയോഗ് 2018 ജൂണിൽ സമാരംഭിച്ച CWMI അഥവാ കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ് പ്രധാനമായും കുടിവെള്ളം, ശുചിത്വം, ഗ്രാമവികസനം തുടങ്ങിയ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ്. ഈ ജലസ്രോതസ്സുകളൊക്കെ വർദ്ധിപ്പിച്ചെടുക്കുക, ജലാശയങ്ങളുടെ പുനഃസ്ഥാപനം സാധ്യമാക്കുക, ഭൂഗർഭജല ഉറവിടം വർദ്ധിപ്പിക്കുക, പ്രധാനപ്പെട്ടതും ഇടത്തരവുമായിട്ടുള്ള ജലസേചനങ്ങൾ നടത്തുക, നീർത്തട വികസനം സാധ്യമാക്കുക, പങ്കാളിത്ത ജലസേചന രീതികൾ പ്രാവർത്തികമാക്കുക, ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ നഗര ജലവിതരണവും ശുചിത്വവും തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ അതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ വലിയ അളവിൽ വരുന്ന ജനങ്ങൾക്ക് ഇപ്പോഴും ശുദ്ധമായിട്ടുള്ള ജലം ലഭിക്കുന്നില്ല എന്നൊരു ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ ഈ റിപ്പോർട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയുടെ നിലവിലെ GDPയുടെ 6% ഇടിവ് വരുന്നതിന് വരെ കാരണമായേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഈ വർദ്ധിച്ചു വരുന്ന ജലത്തിന്റെ ആവശ്യകത നിറവേറ്റുന്നതിന് ആവശ്യമായ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങുകളൊന്നും തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലില്ല എന്ന് രത്ന ചുരുക്കത്തിൽ പറയാൻ സാധിക്കും. ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്തെന്നാൽ ഗംഗാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളിലാണ് ഇപ്രകാരം വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങുകളൊന്നും തന്നെ നടപ്പിലാക്കാത്തത് എന്നൊരു കാര്യമാണ്. ജലക്ഷാമം നേരിടുന്ന സന്ദർഭങ്ങളിൽ അത് കൃഷിയെ സാരമായി ബാധിക്കുകയും അതുവഴി ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നത് വേറൊരു വസ്തുത. ശുദ്ധമായ ജലം ലഭിക്കുന്നതിന് പകരം മോശപ്പെട്ട ജലം ലഭിച്ചാൽ അത് ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ആരോഗ്യ മേഖല ഒന്നാകെ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വേറൊരു കാര്യം. ജലം പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കാശ് കൊടുത്തതൊന്നും വാങ്ങാൻ പറ്റാത്തവരുടെ അവസ്ഥ മറ്റൊന്നായിരിക്കുമെന്ന് പറയട്ടെ. അങ്ങനെയുള്ളവർക്ക് ശുദ്ധമായ ജലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അശുദ്ധമായിട്ടുള്ള ജലം പല സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിക്കുന്നതിലൂടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കത്തക്ക രീതിയിലുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കാണേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്നതാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജലത്തിന്റെ അളവ് വളരെയധികം വേണ്ടി വരുന്നതായിട്ടുള്ള നെല്ല്, കരിമ്പ് പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ജലത്തിന്റെ ലഭ്യത വളരെയധികം അത്യാവശ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിന് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് അറിയാമെങ്കിൽ കൂടിയും അതിന് വേണ്ടുന്ന തക്കതായിട്ടുള്ള പരിഹാര മാർഗങ്ങളൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തതയോടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ പഞ്ചസാരയുടെ നിർമ്മാണം വളരെ കൂടുതലായി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ വലിയ അളവിൽ ഇത് ഉൽപ്പാദിപ്പിക്കുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. മാത്രമല്ല അധികം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ടാലി ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അതിനകത്ത് നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ കണക്കുകൾ കൊണ്ട് തന്നെ മനസ്സിലാവും എന്തുമാത്രം ജലമാണ് ഓരോ വർഷവും ഓരോ കാർഷിക വിളയ്ക്കും വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഭാരതത്തിൽ ആണവ നിലയങ്ങൾ ധാരാളമുണ്ട്. ആണവോർജ്ജത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ നിലയങ്ങൾ ധാരാളമുണ്ട്. വളരെയധികം ജലം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ജലത്തിന്റെ ലഭ്യത കുറവ് ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനെ കൂടി സാരമായി ബാധിക്കും എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇനി ബംഗളൂരുവിന്റെ ജലക്ഷാമവുമായി ബന്ധപ്പെട്ട പ്രശ്നം മുഴുവൻ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു കോമൺ പ്രശ്നമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ പരിഹാര മാർഗങ്ങളെ പറ്റി അന്വേഷിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ട സമയം ശരിക്കും പറഞ്ഞാൽ അതിക്രമിച്ചു പോയിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ തുടങ്ങിയവ നടപ്പിലാക്കുമ്പോൾ അതനുസരിച്ച് ജലത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും അതിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനെ പറ്റിയും അതിനോടൊപ്പം തന്നെ അത് എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങുകൾ കൂടെ അതിന്റെ കൂട്ടത്തിൽ നടപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ആയിരിക്കും പൊതുവെ ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ ചിന്താഗതിയൊക്കെ മാറേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഈ ലോക ജനസംഖ്യയുടെ ഏകദേശം 16% ഇന്ത്യയിലാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ജലസ്രോതസ്സുകളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ലോകത്തുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വെറും 4% മാത്രമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇതെല്ലാം വ്യക്തമാക്കി തരുന്നത് ഓരോ തുള്ളി ജലവും നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള വസ്തുതയാണ്. ജലത്തിന്റെ പുനരുപയോഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. നമുക്ക് എങ്ങനെ വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കുവാനും അത് പുനരുപയോഗിക്കുവാനും റീസൈക്കിൾ ചെയ്യാനും ഒക്കെ കഴിയുമെന്ന് ചിന്തിക്കണം. പല്ല് തേക്കുമ്പോൾ ടാപ്പ് അടയ്ക്കുന്നത് ആവശ്യമായിട്ടുള്ള വെള്ളം പാഴാക്കാതെ സംരക്ഷിക്കുന്ന ഒരു പ്രധാന മാർഗ്ഗമാണ്. ചോർന്നൊലിക്കുന്ന ടാപ്പുകളിൽ നിന്ന് വെള്ളം സംഭരിക്കുകയോ ടാപ്പുകൾ മാറ്റുകയോ ചെയ്യുന്നത് വെള്ളം ലാഭിക്കാൻ വളരെ സഹായിക്കുന്നതാണ്. കുളിക്കുക, അതേപോലെ വസ്ത്രങ്ങൾ കഴുകുക, പാത്രങ്ങൾ കഴുകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ, അതേപോലെ ചെടികൾ നനയ്ക്കുക, അങ്ങനെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. ഈ മലിനമായിട്ട് കിടക്കുന്ന ജലത്തെ ഫിൽട്രേഷൻ ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വെള്ളം പാഴാക്കാതെ വളരെ കൃത്യതയോടെ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും.
അതായത് പ്യൂരിഫയറുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം തറ കഴുകുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ തറ കഴുകിയ വെള്ളം വീണ്ടും ബാത്റൂമിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു തവണ ഉപയോഗിച്ച് കളയേണ്ടിയിരുന്ന ജലം നമുക്ക് 3 കാര്യങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. മഴ തുടങ്ങാൻ ഏകദേശം 2-3 മാസത്തോളം ബാക്കി നിൽക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തയ്യാറാക്കി അതിന്റെ മാർഗ്ഗങ്ങളൊക്കെ ഇപ്പോഴേ തന്നെ ആലോചിക്കുന്നത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇത് എന്ന് മനസ്സിലാക്കാം. അമിതമായ മഴ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും മഴ തീരെ കുറഞ്ഞ് ഈ ജലദൗർലഭ്യമൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സമയങ്ങളിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോലെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള മാർഗ്ഗം മറ്റൊന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജലത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്ന ആദ്യത്തെ സിറ്റി ഒന്നുമല്ല ബാംഗ്ലൂർ എന്ന് കൂടി മനസ്സിലാക്കുക. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു ക്രൈസിസിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അതായത് ജലദൗർലഭ്യം നേരിടുന്നു എന്നൊരു വസ്തുത അവരാരും മറച്ചു വെച്ചില്ല. അത് മാത്രമല്ല, അതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നതിനെ പറ്റി വളരെ ഡീപ്പായിട്ട് ആലോചിക്കുകയും അതിന് ആപ്റ്റ് ആയിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി അത് നടപ്പിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് അതിൽ നിന്ന് അവർക്ക് മോചനം നേടാനായിട്ട് സാധിച്ചതെന്ന് പറയാം. അപ്പോൾ നമുക്കും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഗഹനമായിട്ട് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ഈ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത് നാടിന് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യം. അങ്ങനെയാണെങ്കിൽ കൂടി ഇതിനെ പൊളിറ്റിക്കൽ പാർട്ടികളും അതേപോലെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും പൈസ സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലസ്രോതസ്സുകളും തണ്ണീർത്തടങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെടാതെ പോകുന്നു എന്നൊരു വസ്തുത മറച്ചു വെക്കാതെ തന്നെ ഇതിനെ ഒരു സത്യമായിട്ട് കണ്ടുകൊണ്ട് അതിന് വേണ്ടുന്ന ആക്ഷനും പ്ലാനുകളുമാണ് നമ്മൾ കൂടുതൽ രൂപീകരിക്കേണ്ടത് എന്ന് പറയപ്പെടും. ഈ നഗരങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ ടാങ്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെയധികം ജലമാണ് ഇതിന്റെ സ്ഥാനത്ത് ലീക്കേജ് ആയി പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വെള്ളത്തിന്റെ സ്ഥാനത്ത് അതിനകത്ത് പെട്രോളോ പാലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ലീക്കേജ് ഉള്ള ടാങ്കറുകളിലൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വളരെയധികം കൃത്യതയോടെ സൂക്ഷിക്കുന്നുള്ളൂ എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. വെള്ളം എല്ലായിടത്തും എപ്പോഴും കിട്ടുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വളരെ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതേ സ്ഥാനത്ത് പെട്രോളോ പാലോ ഒക്കെ ആണെങ്കിൽ കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ നന്നായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വസ്തുതയാണ് നമ്മൾ ഇതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഭൂമിയിൽ വളരെ വലിയ അളവിൽ ഉള്ള വസ്തു സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന ആ ഒരു ചിന്താഗതി മാറണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രേ വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു മാർഗം കൂടി അവലംബിക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. നിങ്ങളുടെ ബാത്റൂം, ഷവറുകൾ, സിങ്കുകൾ, വാഷിംഗ് മെഷീനുകൾ എന്നിവയിൽ നിന്ന് ഉപയോഗിച്ച ശേഷം പുറന്തള്ളുന്ന ജലത്തെയാണ് നമ്മൾ ഗ്രേ വാട്ടർ എന്ന് സാധാരണയായിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ മനുഷ്യ വിസർജ്യവുമായി കൂടിക്കലരാത്ത വാട്ടറാണ് ഈ ഗ്രേ വാട്ടർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ്. എന്നാൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള വാട്ടർ കൂടിയാണ്. അതിനാൽ തന്നെ ഇത് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇപ്രകാരം കാർഷിക ജല ഉപഭോഗം ഏകദേശം 50% കുറച്ചെടുക്കുന്നതിനും ഏകദേശം 200 ലിറ്ററോളം ജലം പ്രതിദിനം ലാഭിക്കുന്നതിനും കാരണമാകുന്നു എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രേ വാട്ടർ ഫിൽട്രേഷന് ശേഷം പൂന്തോട്ട പരിപാലനത്തിന്, വാഷിങ്ങിന് ഒക്കെ ആയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള വാട്ടർ മാനേജ്മെന്റ് പ്ലാനിങ്ങുകൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ നടപ്പിലാക്കേണ്ട വസ്തുതകളാണ്. ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പുതിയൊരു നഗരമോ അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ഒക്കെ രൂപീകരിക്കുമ്പോൾ അതിന് സമീപത്തായി ഒരു തടാകമോ അല്ലെങ്കിൽ ഒരു ജലസ്രോതസ്സോ ഒക്കെ സംരക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുപോകേണ്ടത് ഈ കാലത്ത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രക്തത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഭൂമിയിൽ സദാ സംക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നദികൾ എന്ന് പറയുന്നത്. രക്തം അശുദ്ധമാവുകയോ ഒഴുക്ക് തടസ്സപ്പെടുകയോ ഒക്കെ ചെയ്താൽ നാം രോഗികളാകുന്നത് പോലെ തന്നെയാണ് ഭൂമിയുടെ അവസ്ഥ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. രോഗം അതിന്റെ മൂർധന്യ ദശ പ്രാപിക്കുമ്പോൾ ജീവികൾ മരിക്കുന്നത് പോലെ തന്നെ ഭൂമിയും ഇപ്രകാരം മരണമടയും എന്ന് മനസ്സിലാക്കുക. എല്ലാ സംസ്കാരവും നദീതീരങ്ങളിൽ ആവിർഭവിക്കുകയും പുഷ്പിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിലാകുമ്പോൾ മനുഷ്യന്റെ കുഞ്ഞ് 90% ജലത്തിലാണ് രൂപം കൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഗർഭപാത്രത്തിലെ പ്രത്യേക തരത്തിലുള്ള ദ്രാവകത്തിൽ കിടന്നാണ് വളരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഭൂമിയിലും ഇതുപോലെ 70% ജലം തന്നെയാണ് എന്ന് നമുക്കറിയാം. മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ ജീവികളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞർ ആദ്യം നോക്കുന്നത് അവിടെ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് തന്നെയാണ്. വായയും നാക്കും സദാ ഉമിനീര് കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് മികച്ച രീതിയിൽ സംസാരിക്കുവാൻ തന്നെ സാധിക്കുകയുള്ളൂ. 2 കണ്ണുകളിലും നാസാദ്വാരങ്ങളിലും ചെവിക്കകത്തും ഒരു നിശ്ചിത അളവിൽ ജലാംശം ഉള്ളപ്പോൾ മാത്രമേ അവ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നദികളെയൊക്കെ സ്വന്തം മാതാവായി കരുതിയ ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ക്രൈസ്തവർ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നത് ജലത്തിലാണ്. മുസ്ലിങ്ങൾ നമസ്കാരത്തിനായി വേണ്ടി അംഗശുദ്ധി വരുത്തുന്നത് ജലം കൊണ്ടാണെന്നറിയാം. പുണ്യം കിട്ടുവാൻ നദികളിൽ സ്നാനം ചെയ്യുന്ന ഭാരതീയ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. ക്ഷേത്രകുളങ്ങൾ തൊട്ട് മഹാകുംഭമേള വരെയുള്ള ഭക്തന്മാരുടെ പ്രയാണം പുണ്യജലങ്ങൾ തേടിയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വരും ദശകങ്ങൾ ജല സംരക്ഷണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നിർണായകമാണെന്നും അതുപോലെ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വെള്ളം കിട്ടാതെ മരിക്കുന്ന ഒരു സ്ഥിതി വന്നു ചേരുമെന്നുമുള്ള ഒരു അറിവിലേക്ക് നാം ഉണരേണ്ടത് ഇന്ന് ഓരോരുത്തരുടെയും ആവശ്യകതയായിട്ട് മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ജലപ്രതിസന്ധിയുടെ ഗുരുതരാവസ്ഥ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനും അതിന്റെ പ്രശ്ന പരിഹാരത്തിനും ആവശ്യമായിട്ടുള്ള നയരൂപീകരണം
അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കേണ്ടതും അവയൊക്കെ നടപ്പിലാക്കേണ്ടതും വളരെ ആവശ്യമുള്ള കാര്യമാണ് എന്ന് ഊന്നി പറയുകയാണ്. മറ്റൊരു ബംഗളൂരു സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണുമ്പോൾ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.